ക്രിക്കറ്റ് മണിത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പഞ്ചാബ് കിങ്സ് അവരുടെ മൂന്നാമത്തെ തുടർച്ചയായ തോൽവിയാണ് തോറ്റ്. SRH ആവട്ടെ വിജയക്കുറിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ശരിയാണ്, അവര് കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, അതായത് KKR ഈ മത്സരത്തിൽ. എന്നാൽ പോലും അവർ തുടർച്ച 5 മത്സരം വിജയിച്ചിട്ടാണ് വരുന്നത്. ഇന്നലെയും അവർ വിജയിക്കുന്ന കാഴ്ച കണ്ടില്ലേ. അപ്പൊ ടോസ് കിട്ടിയിട്ട് നമ്മുടെ PBK's നായകനെ ശ്രേയസ് അയ്യർ ടെസ്റ്റ് ഫീൽഡ് തെരഞ്ഞെടുത്തു. അപ്പൊ 2 പേരും ഇതിനു മുമ്പ് ഏറ്റുമുട്ടിന് സീസണിൽ അന്നേരം ജയിച്ചതാരാ? പഞ്ചാബ് കിങ്സ് ആണ്. ഏകദേശം ആ ഒരു പ്ലാൻ വെച്ചിട്ടാണ് അയ്യർ ചേസ് ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ SRHന്റെ നമുക്കറിയാം, SRH ബാറ്റേഴ്സ് എന്താണ് പണിയെടുക്കല്? ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് അവർ മാക്സിമം റൺസ് എടുക്കും, എതിരാളികളെ ആ സ്കോർ ബോർഡ് കൊണ്ട് പ്രഷർ ആക്കലാണ് പരിപാടി. അത് തന്നെയാണ് ഇന്നലെയും നടത്തിയത്. ഇപ്പൊ ടോസ് കിട്ടി ഫീൽഡ് തെരഞ്ഞെടുത്തപ്പോൾ SRH ബാറ്റേഴ്സ് ആദ്യം മുതലേ ആനങ്ങ് അടിക്കുന്ന കാഴ്ച കണ്ടില്ലേ. പവർ പ്ലേയിൽ അടിച്ചങ്ങ് പൊട്ടിക്കുന്നു. അയ്യറും നമ്മുടെ ഹെഡും അഭിഷേക് ശർമ്മയും കൂടിയിട്ട് ഈ 2 പ്ലെയറും കൂടി അടിച്ചങ്ങ് പൊട്ടിക്കുന്ന കാഴ്ച. പക്ഷെ അതൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ 220 റൺസിലേക്കൊന്നും SRH പോവില്ലായിരുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ SRH അടിച്ച സ്കോർ എത്രയാണെന്ന് പറഞ്ഞാൽ 235 ഇതിലേക്കൊന്നും പോലെ. SRH 150-ലോ 170-ലൊക്കെ കളി ഇന്നിങ്സ് അവസാനിക്കുമായിരുന്നു. 4 ക്യാച്ചാണ് PBK's ഡ്രോപ്പ് ചെയ്തത്. നോക്കണം നിങ്ങൾ, 4 ക്യാച്ച് വിടുന്ന കാഴ്ച കണ്ടില്ലേ. അത് പവർ പ്ലേയിൽ തന്നെ 6 ഓവറിലേക്ക് വരുമ്പോ തന്നെ 84 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു SRH. അപ്പോ അഭിഷേക് ശർമ്മ 13 ബോളിൽ 35 റൺസ്, 4 സിക്സറുകളും 2 ബൗണ്ടറികൾ ആ ബാറ്റിൽ നിന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ 32 റൺസായി. വെടിക്കെട്ടായിരുന്നു വന്നത്. ഫെർഗൂസന്റെ പന്തിൽ അയ്യർ പിടിച്ച് പുറത്താകുമ്പോൾ ടീമിന്റെ ടോട്ടൽ 54, 3.3 ഓവറായിട്ടുള്ളൂ. കഴിഞ്ഞിട്ടില്ല. ട്രാവിസ് ഹെഡ് പിന്നെ കൊടുങ്കാറ്റായി വീശി. ഹെഡ് എടുത്ത 19 മുതൽ 38 റൺസ്. ഹെഡിനെ പുറത്താക്കുന്നത് യശ്വേന്ദ്ര ചഹലാണ്. യശ്വേന്ദ്ര ചഹൽ പുറത്താക്കുമ്പോൾ ലാൻസൺ പിടിച്ചു പോകുന്നു. അപ്പൊ ടീമിന്റെ ടോട്ടൽ 84-ലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. 2 വിക്കറ്റ്. പിന്നെ ഇഷാൻ കിഷനും ഹെൻറിക് ക്ലാസനും 2 പേരും കൂടി ടീമിനെ അടിച്ചങ്ങ് പൊട്ടിക്കുന്നു. കൃത്യമായ ഘട്ടത്തിൽ ബൗണ്ടറികൾ വീശുന്നു. പക്ഷെ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ നമ്മുടെ ഹെഡ് ഔട്ടായിട്ട് 2-3 ഓവർ കഴിഞ്ഞപ്പെടുന്നേ ഫെർഗൂസന്റെ ഒരു ബോളിൽ ഇഷാൻ കിഷൻ അടിക്കുന്നുണ്ട്. ആ ബോള് കൂപ്പർ കണോളി ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. തൊട്ടടുത്ത ഓവറിൽ ചഹലിന് 2 സിക്സിലൊക്കെ പായിക്കുന്നുണ്ട് ക്ലാസൻ. പക്ഷെ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അടിക്കാൻ ശ്രമിക്കുന്നു. ശശാങ്ക് സിംഗ് ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെ തുടരെ മിസ് ഫീൽഡിങ് പഞ്ചാബിന് ഒരു പ്രശ്നമായി. ക്യാച്ചസ് മീൻസ് മാച്ചസ് വരുന്നില്ല, വെറുതെ അല്ല, 4 ക്യാച്ചുകളാണ് ഡ്രോപ്പ് ചെയ്ത് പോയത്. അപ്പൊ ഈ 2 പ്ലെയറും കൂടി അടിച്ചങ്ങ് പൊട്ടിക്കുന്നു. പിന്നെ പഞ്ചാബിന്റെ കയ്യിൽ നിന്ന് കളി പോയത് കാഴ്ച നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ പഞ്ചാബിന്റെ ബോളേഴ്സിനെ കൃത്യമായിട്ടായിരുന്നു, പക്ഷേ അവരുടെ ഫീൽഡേഴ്സ് ആണ് അവർക്ക് പ്രശ്നങ്ങളാക്കിയത് എന്ന് പറയേണ്ടി വരും. പഞ്ചാബിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ സീസണില് അവർ കൂടുതൽ ക്യാച്ച് മിസ്സാക്കിയ ടീമാണ് അവർ ശശാങ്ക് സിംഗിന്റെ കാര്യം, എല്ലാ കളിയും അദ്ദേഹം ക്യാച്ച് മിസ്സാക്കുന്നുണ്ട്. ഏതൊക്കെ കളി അദ്ദേഹം കളിക്കുന്ന എല്ലാ കളിയും ക്യാച്ചൊക്കെ അദ്ദേഹം മിസ്സാക്കണം എന്ന കാര്യത്തിൽ പോയുള്ളത്. പക്ഷെ ശശാങ്ക് സിംഗിന്റെ കാര്യത്തിൽ അദ്ദേഹം ഇന്നലെ തിരിച്ചതാണ്. കഴിഞ്ഞ 2 കളി അദ്ദേഹം ഹാംസ്ട്രിങ് ഇഞ്ചുറി കൊണ്ട് കളിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ഒരിക്കൽ കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ബാറ്റ് കൊണ്ടും ഫീൽഡ് കൊണ്ടും അദ്ദേഹത്തിന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇഷാൻ കിഷാനും ക്ലാസിനും കൂടി അടിച്ചങ്ങ് പൊട്ടിക്കുന്നു. പിന്നെ ഇഷാൻ കിഷാൻ ഔട്ടാവും. ഇഷാൻ കിഷാൻ പോകുമ്പോൾ ടീമിന്റെ ടോട്ടൽ 175-ലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. 172-ലേക്ക്. ഇഷാൻ കിഷാൻ ആവട്ടെ 32 പന്തിൽ 55 റൺസ്. അർഷദീപിന്റെ പന്തിൽ സൂര്യാൻ ഷഡ്ജോൾസാണ് പുറത്താവുന്നത്. പിന്നെ ഹെൻറിക് ക്ലാസനും നിതീഷ് കുമാർ റെഡ്ഡിയും കൂടി മത്സരം ഇന്നിംഗ്സ് ഫിനിഷ് ചെയ്തു. റെഡ്ഡി 13-29 എടുക്കുമ്പോൾ ക്ലാസ് 43 പന്തിൽ 60. ക്ലാസ് ഔട്ടായിട്ടുണ്ട്. ഇന്നിംഗ്സിന്റെ അവസാന പന്തിൽ ആൻസൺ പിടിച്ച് പുറത്താകുന്നു. വൈശാഖിന്റെ പന്തിൽ മാർക്ക് ആൻസൺ പിടിച്ച് പുറത്താക്കുന്നു. 4 സിക്സറുകളും 3 ബൗണ്ടറികളും. ക്ലാസിനിപ്പോ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓറഞ്ച് ക്യാപ്പില് ക്ലാസിന് 1ാമതാണ്. ഇത്രയധികം കൺസിസ്റ്റന്റ് കളിക്കുന്ന വേറെ ബാറ്റ്സ്മാൻ IPL ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും മികച്ച ഹിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹെൻറിക് ക്ലാസൻ. ഇപ്പൊ നമ്മുടെ PBK's ബൗളിങ്ങിന്റെ കാര്യത്തിൽ ഹർഷദീപ് സിംഗ് 4 ഓവർ 43 റൺസ് 1 വിക്കറ്റ്. മാർക്കോ ആൻസൺ കൊടുത്ത റൺസ് എത്രയാണോ? 4 ഓവർ 61. ലോക്കി ഫെർഗൂസൺ 4 ഓവർ 41 കൊടുത്തപ്പോൾ ചഹൽ 4 ഓവർ 32. വൈശാഖ് 4 ഓവർ 54 കൊടുത്തു. അങ്ങനെ 236 വിജയിക്കാൻ. കളിയുടെ തുടക്കത്തിൽ ആദ്യത്തെ ഓവറിൽ തന്നെ വിക്കറ്റ് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പാറ്റ് കമ്മിൻസ് എടുക്കുന്നു. പാറ്റ് കമ്മിൻസ് പ്രിയാൻ ഷാരിയെ ഔട്ടാക്കുന്നു. പ്രിയാൻ ഷാരിയ ഒരൊറ്റ റൺസുമായിട്ടാണ് പ്രിയാൻ ഷാരിയ മടങ്ങുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം. അദ്ദേഹം ഇമ്പാക്ട് ഇറങ്ങിയതാണ്. കഴിഞ്ഞിട്ടില്ല. 2ാമത്തെ ഓവറിൽ
സിമ്രാൻ സിംഗിനെയും പറഞ്ഞു വിടുന്നു. നിതീഷ് കുമാർ റെഡ്ഡിയുടെ പന്തിൽ പാറ്റ് കമ്മിൻസ് പൊടിച്ച് പുറത്താക്കുന്നു. അങ്ങനെ PB കേസ് വലിയ ട്രബിളിലേക്ക് പോകുന്നു. കാരണം ഒരു ഓവർ ഒരു ബോൾ ആകുമ്പോഴത്തേക്ക് 4 റൺസിന് 2 വിക്കറ്റ് പോയി. പിന്നെ ക്യാപ്റ്റൻ അയ്യറും കൂപ്പർ കണോളിയും രണ്ടുപേരും മികച്ച പ്ലെയർ ആണെന്ന് സംശയങ്ങളില്ല. പക്ഷേ നാലാമത്തെ ഓവറിൽ ഇഷാൻ മല്ലിക അയ്യറിനെയും പറഞ്ഞു വിടുന്നു. മല്ലിക ഇപ്രാവശ്യം കിടിലൻ ബൗളിംഗ് സ്പെല്ലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറയേണ്ട കാര്യമാണ്. SRHന് ബൗളിംഗിൽ കമ്മിൻസിനെ കാട്ടി കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയപ്പോൾ മല്ലിക പറയാനേ പറ്റൂ. പിന്നെ സ്റ്റോയിനസും കണോലിയും അവർ രണ്ടുപേരും കൂടി മെല്ലെ മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു. പക്ഷെ സ്റ്റോയിനസിനെ നമ്മുടെ ശിവൻകുമാർ ഔട്ടാക്കി വിടുന്നു. ഇഷാൻ കിഷൻ ക്യാച്ച് പിടിക്കുന്നു. അങ്ങനെ അവർ ട്രിബിളിലേക്ക് തന്നെ 62-ന് 4. പിന്നെ സൂര്യാൻ ഷെഡ്ജ് വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഷെഡ്ജ് കുറച്ച് ഷോട്ടുകളൊക്കെ അടിക്കുന്നുണ്ട്. മറക്കുന്നത് 2 6 ബൗണ്ടറി അടിക്കുക, 17-25 റൺസ് ഷെഡ്ജയുടെ വിക്കറ്റ് കമ്മിൻസ് ആണ് എടുക്കുന്നത്. അഭിഷേക് ശർമ്മ വിളിച്ച് പുറത്താക്കുക. സൂപ്പർ ക്യാച്ച് ആയിരുന്നത്. അപ്പോഴും ഒരു ഭാഗത്ത് കൂപ്പർ കണോളി ചെയ്ത് പോയിക്കൊണ്ടിരുന്നായിരുന്നു. ഒരു ഘട്ടത്തിൽ PB കേസ് 150-ലേക്ക് നിർത്തിയിലേക്ക്. പക്ഷെ കൂപ്പർ കണോളിയുടെ എടുത്ത് പറയേണ്ട ഒന്നാണ്. പിന്നെ ശശാങ്ക് ഒരു ബൗണ്ടറി ഒക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ അവർ 4 പോയതിനു ശേഷം ഷക്കീബ് ഹുസൈനും ക്യാപ്റ്റൻ അഭിഷേക് ശർമ്മ കുറച്ച് വലിയ ചർച്ച ചെയ്യുന്നുണ്ട്. പ്ലാൻ ചെയ്ത് കിട്ടിയാൽ ശശാങ്കിനെ അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നത്. കാരണം ഒരു 4 അടിക്കുന്ന ഫുള്ളർ ലെങ്ത്തിൽ 4 അടിക്കുന്നത്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ബൗൺസർ ആണ് എന്തായാലും പ്രതീക്ഷിച്ചത്. അത് അങ്ങനെ കേട്ട് പ്ലേസ്മെന്റ്. പക്ഷേ ഒരു ഗുഡ് ലെങ്ത് ഡെലിവറി ഇടുന്നു. ലാസ്റ്റ് നിമിഷം കൺഫ്യൂഷൻ ഓടിക്കുന്നു. നിതീഷ് കുമാർ റെഡ്ഡി ക്യാച്ച് പിടിക്കുന്നതാണ് ഉണ്ടായത്. അത് ഇഷാൻ കിഷാനും അഭിഷേക് ശർമ്മയും കമ്മിൻസും ഷക്കീബ് ഹുസൈനും 4 പേര് കൂടി ചേർന്നിട്ട് പ്ലാൻ ചെയ്ത് വിക്കറ്റാണ് അത് ശശാങ്കിന്റെ. പിന്നെ മാർക്കോ യാൻസൺ 16 പന്തിൽ 19 റൺസ്, ഒരു 6 അടിച്ച് ഔട്ടായി പോയി. ശിവൻകുമാറാണ് വിക്കറ്റ്. അപ്പോഴും കൂപ്പർ കണോളി ഹിറ്റ് ചെയ്തു. അദ്ദേഹം നല്ല സെഞ്ചുറി അടിക്കുന്ന കാഴ്ച കണ്ടു. പക്ഷേ അദ്ദേഹം മികച്ച ഫോമിൽ കളിക്കുന്നുണ്ട് ഇപ്പോ. പക്ഷെ സെഞ്ചുറി കഴിച്ചു. പക്ഷേ ആ സെഞ്ചുറി പാഴായി പോയി. PB കേസിനില്ല 202 റൺസിൽ മാത്രമേ അവർക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ടിപ്പോ PB കേസ് തുടർച്ചയിൽ 3ാമത്തെ തോൽവിയെ തൊട്ടത്. അവരിപ്പോ രാജസ്ഥാനെതിരെ തോന്നുന്നു, GTക്കെതിരെ തോന്നുന്നു, SRHക്കെതിരെ തോന്നുന്നു. ഇപ്പൊ PB കേസ് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുമുണ്ട്. അവർക്ക് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഫീൽഡിങ്ങിലാണ് പ്രശ്നങ്ങൾ. പിന്നെ ടോപ്പ് ഓർഡറിൽ ഇപ്പൊ കുറച്ച് ഫോം ഔട്ട് ആണോ എന്ന് വേറെ സംശയങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ കളിയും ഇതേപോലെ തന്നെ നിക്കലും ഇതേപോലെ തന്നെ. പക്ഷെ അവർ മിഡിൽ ഓർഡേഴ്സ് ബാറ്റ്സ്മാനൊക്കെ മികച്ച രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. SRHന്റെ ബോളിംഗ് കാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നായകൻ പാറ്റ് കമ്മിൻസ് 4 ഓവറിൽ 34-ന് 2 വിക്കറ്റ്. നിതീഷ് കുമാർ റെഡ്ഡി 2 ഓവറിൽ 11 റൺസിന് 1 വിക്കറ്റ്. മല്ലിക 4 ഓവറിൽ 36 റൺ കൊടുത്തപ്പോൾ ഷക്കീബ് ഹുസൈൻ 4 ഓവറിൽ 41. ശിവൻകുമാർ 4 ഓവറിൽ 45-ന് 2 എടുത്തപ്പോൾ RS 2 ഓവറിൽ 36. അങ്ങനെ 202 റൺസിന് അവരുടെ ഇന്നിംഗ്സ് അവസാനിക്കുന്ന കാഴ്ച കണ്ടില്ലേ. ഏതായാലും SRH ഇപ്പോ 1ാം സ്ഥാനത്ത് കയറിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവർക്കിപ്പോ PB കേസ് മത്സരശേഷം പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ? ഈ ക്യാച്ചസ് ഇൻസ് മാച്ചസ് ആണ് ശരിക്കും യഥാർത്ഥത്തിൽ. അതാണ് 4 ക്യാച്ച് ഒരു ടീം കൂട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ PB കേസിന്റെ കളി വിജയിക്കുമായിരുന്നു നമ്മുടെ ഒരു അഭിപ്രായം. കാരണം അത്രയും മികച്ച ബോൾ കളിച്ചിട്ട് ഫീൽഡിംഗ് അവർക്ക് ജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കൂപ്പർ കണോളിയുടെ പ്രകടനം അത് അവർക്ക് ഗ്രേഡ് പോസിറ്റീവ് ആണ്. കൂപ്പർ കണോളി ഇപ്പൊ മേഡ് നൈറ്റിൽ സെഞ്ചുറി അടിച്ചു കണ്ടു. പക്ഷെ മത്സരം തോറ്റിട്ടുണ്ട്. എന്നാൽ പോലും അതിനെ മികച്ച രീതിയിൽ തന്നെ കളിക്കുന്ന കാഴ്ച കണ്ടില്ലേ. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്താം.